എന്തോന്ന് റെജി ഇത് ഇത്ര രസകരമായിട്ടാണ് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിലേക്ക് എൻ്റർ ചെയ്തതാണോ ലൈക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ആയിരുന്നു അത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യാൻ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ അത് എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ ലാംഗ്വേജസ് ട്രൈ ചെയ്യാൻ, വേറെ സ്ലാങ്സ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പണ്ട് തൊട്ട് അതിങ്ങനെ മിമിക് ചെയ്യാനൊക്കെ. അപ്പം അതൊരു ചാൻസ് കിട്ടിയപ്പോൾ മാക്സിമം ഞാനത് യൂട്ടിലൈസ് ചെയ്തു. ഈ കോസ്റ്റ്യൂംസ് ഞാൻ എപ്പോഴും ടീപ്പിന്റെ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാറുണ്ട്. കോസ്റ്റ്യൂമിനോട് പൊളിറ്റിക്സ് പറയുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. താങ്ക് യു. ലൈക്ക് ഇതിന്റെ പിന്നിലാരാണ് ഈ കോസ്റ്റ്യൂംസിന്റെ? എൻ്റെ ഉറപ്പായിട്ടും എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് കോസ്റ്റ്യൂംസ് എല്ലാം എപ്പോഴും സ്റ്റൈൽ ചെയ്യുന്നത്. നമ്മളൊരു ഫിലിം ഫെസ്റ്റിവലോട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം അതെങ്ങനെയായിരുന്നു? ഈ സിനിമയിൽ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് അങ്ങനെയല്ല ആ ഒരു വേൾഡിൽ. ഇതിലിപ്പോൾ ഒരു ലോയർ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ നോർമലി എന്നിപ്പോൾ ലോയർ ആണെന്ന് പറഞ്ഞ് കൃഷാന്ത് വിളിക്കുമ്പോൾ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അറിയുന്നത് ഇവരുടെ കഥാപാത്രം ഇങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് കുറച്ച് കിർക്കിയാണ്, ഭയങ്കര ട്രിക്കിയാണ് കഥാപാത്രം. അപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, ഇത് വർക്കാവോ ഇല്ലേ, ആ ഒരു വേൾഡിൽ ഫിറ്റിനാവും എന്നൊക്കെ. പക്ഷെ ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ചിരികൾ കേൾക്കുന്നുണ്ട്. പല ജോക്സും ലാൻഡായി എന്ന്. ഭയങ്കര പാടാണല്ലോ കോമഡി ചെയ്യാൻ വേണ്ടി സൈഫൈ മൂവിയിൽ അത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സൈഫൈ മൂവിയാണ്, കോമഡിയാണ്, പക്ഷെ അപ്പോൾ ഇതൊരു സമകാലിക പ്രസക്തിയുള്ള മൂവി കൂടെയാണ്. ഉറപ്പായിട്ട് ഇത് ചിരിക്കുകയും ഒരേ സമയം വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമ്മളത് പറയുമ്പം കുറേ ചിരിക്കാം, ഫൺ റൈഡ് ആണെന്നൊക്കെ പറയുമ്പോഴും ശരിക്കും ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം അത് ഇപ്പോഴേ അതൊന്നും സ്പോയിലർ ആവുന്നില്ല, അത് കാണണം, എല്ലാവരും കാണണം. 27th റിലീസാവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ശരിക്കും വെയിറ്റിംഗ് ആണ് ഓഡിയൻസിന്റെ. പ്രശാന്ത് ഈ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരാളെ മനസ്സിലായി. ഭയങ്കര ക്രേസിയാണ്, ഭയങ്കര രസമാണ്, ഫോണിൽ നിന്ന് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഇനിയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അതിനി ചെറിയ പാർട്ടാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇനിയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫിലിം മേക്കറാണ് കൃഷാന്ത്. ഓ എന്തൊരു പറയാൻ. താങ്ക് യു. കാരണം പിന്നെ ഞാനിത് കണ്ടിറങ്ങിയപ്പം പ്രോപ്പർ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര രസമായിട്ട് സെർട്ടിലായിട്ട് അത് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ്. ജഡ്ജിയുടെ അടുത്ത് അതിപ്പോഴേ സ്പോയിലർ ആവോ ഞാൻ പറഞ്ഞ? എന്തോന്ന് റെജി ഇത്. ഓക്കെ, താങ്ക് യു.